അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, സാംസങ്ങിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സീരീസ് ഏതാണ്? എസ് സീരീസ് ആണോ? അല്ല, എ സീരീസ് ആണ്. അതെ, എ സീരീസിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എ സീരീസ് ഒരു പ്രീമിയം രീതിയിലാണ് ഇവർ ഇറക്കുന്നത്. എന്നാൽ എസ് സീരീസിൽ അത്രയും പ്രീമിയം ആക്കാറില്ല. പക്ഷേ എ സീരീസിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ട്. ബാക്കി പറഞ്ഞ എഫ് എം തുടങ്ങിയതിലൊരു കുറച്ചുകൂടെ ഒരു ഹൈ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ആ ഒരു ബ്രാൻഡ് വാല്യൂവിൻ്റെ ഒരു സംവിധാനം കൂടെ ഉണ്ട്. ഭയങ്കര ഡ്യൂറബിലിറ്റി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്തായാലും എ സീരീസിൽ കുറച്ച് ഫോൺസ് ഇനി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് A26, A36, A56 ഈ പറഞ്ഞ ഫോൺസിന്റെ കുറച്ച് ലീക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ എ സീരീസ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂറബിലിറ്റി, അതായത് ആ ഒരു ഫോണിന്റെ ഡ്യൂറബിലിറ്റി ഇവർ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മിനിമം 6 വർഷത്തിന്റെ അപ്ഡേറ്റ് എന്തായാലും കിട്ടും. അതേപോലെ തന്നെ ക്യാമറ, ബാറ്ററി തുടങ്ങിയ സാധനങ്ങൾ, ബിൽഡ്, ഇതെല്ലാം ഇവർ ഭയങ്കര രീതിയിലാണ് കൂട്ടിയേക്കുന്നത്. അതുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വെച്ചിരിക്കുന്നത്, നമ്മൾ മറ്റേ ഇയർലി ഒരു ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഫോണിന്റെ വീഡിയോ ചെയ്യാൻ നേരത്ത് എപ്പോഴും എ സീരീസ് ആയിരിക്കും ഇവരുടെ കൂടുതൽ വിറ്റ് പോകുന്നത്. കാരണം എ സീരീസ് കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. അതായത് കുറെ പേരൊക്കെ എ സീരീസിലോട്ട് തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താന്ന്. എന്തായാലും എ സീരീസിലോട്ട് തന്നെയാണ് അപ്ഡേറ്റ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. എനിവേ കുറച്ച് ലീക്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് 3 ഫോണിലും എയുടെ കുറച്ച് സംവിധാനങ്ങളാണ് പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. അതായത് ഒന്ന് മറ്റേ സർക്കിൾ ടു സെർച്ച് ആണ്. നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും, ഇനി എന്ത് സർക്കിൾ ചെയ്താലും ആ സാധനം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ കിട്ടും. ആ ഫീച്ചറെല്ലാം ഇങ്ങോട്ട് വരികയാണ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് സമ്മറൈസേഷൻ, വലിയൊരു പാരഗ്രാഫ് ടെക്സ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മർ ചെയ്ത് പോയിന്റ് ആയിട്ട് നമുക്ക് തരും. വളരെ യൂസർ ഫ്രണ്ട്ലി ഫീച്ചറാണ്. കാരണം നമുക്ക് ഇനി കുറെ ആവശ്യം വരാൻ പോകുന്ന ഒരു ഫീച്ചറാണത്. അതേപോലെ തന്നെ ഒരു എ നോട്ടിഫിക്കേഷൻ എന്ന ഫീച്ചറുണ്ട്. സത്യം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ രീതിയിൽ നമ്മളൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ചവർ പോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ വരുന്നത്. അത് കുറെയൊക്കെ നമുക്ക് വേണ്ട, കുറെയൊക്കെ നമ്മൾ തട്ടിക്കാണും. ഇനി ഈ ഒരു എയുടെ ഇംപ്ലിമെന്റേഷൻ വരുന്നതോടെ നമുക്ക് വേണ്ട, നമ്മുടെ ഹാബിറ്റിന് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രമേ നമ്മളെ കാണിക്കുകയുള്ളൂ. അതൊരു നൈസ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ബേസ് ആണല്ലോ നമുക്ക് വളരെ അറേഞ്ച് ചെയ്തായിരിക്കും കാണിക്കാൻ പോകുന്നത്. ആ ഒരു സംഭവമൊക്കെ ഇനി എയുടെ ഒരു സംവിധാനം വെച്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ 3 ഫോൺസിന് ലീക്ഡ് സ്പെസിഫിക്കേഷൻസിനെ പറ്റി സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് സംസാരിക്കാവുന്ന A56 പറ്റിയും A26 പറ്റിയാണ്. സോ ഫസ്റ്റ് A56 പറ്റി നോക്കാം. സോ A56 ആദ്യത്തെ മാറ്റം അടിപൊളി മാറ്റമാണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് വരുന്നുണ്ട്. നൈസാണ്. ഇത്രയും നാളും പ്ലാസ്റ്റിക്കിനെ പ്രണയിച്ചമാര് ഗ്ലാസ് ആക്കി. അതെ, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് എന്ന് പറഞ്ഞ സ്ക്രീൻ പ്രൊട്ടക്ഷനും ഉണ്ട്. അതേപോലെ ബാക്ക് ഗ്ലാസ് ബാക്കും ആണ്. കൊള്ളാം. അതേപോലെ നമുക്ക് മെറ്റൽ ഫ്രെയിം കിട്ടും. കൊള്ളാം. ബിൽഡ് അവന്മാര് സെറ്റ് ആക്കി. അതേപോലെ സെൽഫി ക്യാമറയിൽ നമ്മുടെ എസ് സീരീസിന്റെ സെൽഫി ക്യാമറയുടെ സെൻസറാണ് വെച്ചേക്കുന്നത്, 12 മെഗാ പിക്സൽ. സോ സെൽഫി കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കി. പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് 6 വർഷം അപ്ഡേറ്റ്. അത് ഈ 3 ഫോൺസിലുണ്ട്. 6 വർഷം അപ്ഡേറ്റ് ഉണ്ട്. അതേപോലെ 6.7 ഇഞ്ചിന് 120 Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൊസസർ ചേഞ്ച് ആണ്. അതെ, ഞാൻ എപ്പോഴും ഉറ്റു നോക്കുന്ന പ്രൊസസറിലേക്കാണ്. Exynos 1480 നിന്ന് മാറി Exynos 1580 മാറി. അതെ, അപ്പൊ ഞാൻ നോക്കിയപ്പം ഇതിന്റെ കോർ ആർക്കിടെക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ ഇത് ബെറ്റർ ആണോ അല്ലയോ എന്ന്. അപ്പൊ കോർ ആർക്കിടെക്ചർ നോക്കുമ്പോൾ 4x A720 4x A520 കോർ കോൺഫിഗറേഷൻ ആണ്. A720 നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്ന പല സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിലൊക്കെ ഇപ്പം ഇറങ്ങുന്നതിനകത്ത് മീഡിയാടെക്കിന്റെയും കുറെ ചിപ്സെറ്റിലൊക്കെ വരുന്ന ഒരു കോൺഫിഗറേഷൻ ആണ്. അത് നൈസാണ്. കാരണം A720 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആർക്കിടെക്ചറുകളാണ്. സോ എന്തായാലും ഒരു 7S Gen 3 7 Gen 3 റേഞ്ച് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം സെയിം കോൺഫിഗറേഷനിലാണ് ഇതും വരുന്നത്. അതുകൊണ്ട് തന്നെ Exynos ചിലപ്പോൾ നന്നായെന്നിരിക്കാം. എനിക്ക് പ്രതീക്ഷ ഉണ്ട് നന്നായെന്നുള്ള. എന്തായാലും കഴിഞ്ഞ വർഷത്തെ കോൺഫിഗറേഷനിലും കുറച്ചുകൂടെ ബെറ്റർ ന്യൂ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ A26 ഫീച്ചർ ഇതിനകത്ത് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാവൈഡ്, 2 മെഗാ പിക്സൽ മാക്രോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ 5000 mAh ബാറ്ററി, 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് 120 Hz AMOLED ഡിസ്പ്ലേ, അതേപോലെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഇനിയുള്ളത് നമ്മുടെ A36 സ്പെസിഫിക്കേഷൻ ആണ്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഇറക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്ത് Exynos അല്ല, പകരം സ്നാപ്ഡ്രാഗൺ 6 Gen 3 ചിപ്സെറ്റ് ആണ്. 6 Gen 3 ചിപ്സെറ്റ് ആക്ച്വലി ബെറ്റർ ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് A720 കോൺഫിഗറേഷനിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ആ കോർ കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്. സോ 6 Gen 3 ഒരു ബെറ്റർ ചിപ്സെറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 6 Gen 1 ബെറ്റർ ആണ്. അത് നല്ലൊരു ചിപ്സെറ്റ് ആയിട്ട് തോന്നുന്നു. ആ ഒരു പ്രൈസോടെ മാച്ച് ചെയ്യണേ പൊളിയായിരിക്കും. അതേപോലെ ഇവിടെ നമുക്കൊരു വ്യത്യസ്തമായ ഘടകമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 5000 mAh ബാറ്ററിയും 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും തരുന്നുണ്ട്. സന്തോഷമായി. ഇത് A56 ബാധകം കേട്ടോ. 26 മാത്രമേ 25 വാട്ട്സ് ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 120 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസും അലൂമിനിയം ഫ്രെയിം. അതായത് A36 നൈസ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ A36 എനിവേ അത് നമുക്ക് നോക്കാം. A36 പൊളിയാണ്. A26 കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും. A56 കുറച്ചുകൂടെ ഒരു ഹൈ റേഞ്ച്. അതായത് A36 56 നിങ്ങൾക്ക് കാര്യമായിട്ട് നോക്കാവുന്നതാണ്. 26 ബഡ്ജറ്റ് കുറവുള്ളവർക്ക്, സാംസങ് വേണ്ടവർക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് നല്ലൊരു സീരീസിനുള്ള. എന്തായാലും നമുക്ക് നോക്കാം. വൈകാതെ തന്നെ ഇതിന്റെ ലോഞ്ച് വരുമെന്നാണ് ലീക്സ് പറഞ്ഞത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും